ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അനാമിക. ഞാൻ BDS ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡൻ്റ് ആണ്. 4 ഇയർ ഡിഗ്രി കോഴ്സാണ് BDS ഫാഷൻ ഡിസൈനിങ്. ഞാൻ പഠിക്കുന്ന കോളേജ് IFTK കൊല്ലമാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എനിക്ക് കുറേ കുട്ടികളെന്ന് പറയുമ്പോൾ എന്നെക്കാട്ടി ഒരു വയസ്സ് ഇളയതാണ്, പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെയാണ്. അപ്പം കുറേ കുട്ടികൾ വന്നിട്ട് മെസ്സേജ് അയക്കാറുണ്ട്, കോളേജിൻ്റെ കാര്യം ചോദിച്ചിട്ടും അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ കോളേജിനെ പറ്റിയിട്ട് കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്ന എൻ്റെ ഐഡിയ ആണെന്ന് തോന്നുന്നു. എൻ്റെ ഫ്രണ്ട്സിനും മെസ്സേജ് അയക്കാറുണ്ട്, സീനിയേഴ്സിനൊക്കെ മെസ്സേജ് അയക്കാറുണ്ടായിരിക്കും. പക്ഷേ ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത് കൊണ്ട് കുറച്ചധികം മെസ്സേജ് എനിക്ക് വരുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് റീച്ച് ആയ വീഡിയോ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഫസ്റ്റ് കണ്ടന്റ് റിലേറ്റഡ് വീഡിയോസിൽ റീച്ച് ആയിട്ടുള്ള വീഡിയോ IFTK പറ്റിയിട്ടുള്ളതാണ്. IFTKയുടെ ജൂറി എക്സാമിൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ കുറേ കുട്ടികളിപ്പം ഇതാ ഈ മെയ് കഴിഞ്ഞിട്ടോ മെയ്യിലെന്തോണം എക്സാം, എനിക്ക് കറക്റ്റ് ഈ വർഷത്തെ ഡേറ്റ് അറിയത്തില്ല. അപ്പം അതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ചധികം മെസ്സേജ് വരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ എനിക്ക് ഒരുപോലെ പറ്റുന്നില്ല. അത് കാരണമാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഫസ്റ്റ് ഇയറേ ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ എനിക്ക് ആൻസർ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ കുറച്ചുകൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കറിയാവുന്ന കാര്യം ഇപ്പം തന്നെ ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഓരോരോ കാര്യങ്ങളായിട്ട് എൻ്റെ ബ്രെയിനിൽ ഓർമ്മയുള്ള കുറേ പേര് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഫസ്റ്റ് കാര്യം എല്ലാവരും ചോദിക്കുന്നത് എൻട്രൻസ് എക്സാമിനെ പറ്റിയിട്ടാണ്. എൻട്രൻസ് എക്സാമിന് 50 മാർക്സ് ഡ്രോയിങ്ങിനും 50 മാർക്സ് റിട്ടേൺ എക്സാമിനും വരുന്നത്. ഡ്രോയിങ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ഡ്രോയിങ് അറിയാമെങ്കിൽ ഒരാൾക്ക് ഈസി ആയിട്ട് ഡ്രോയിങ്ങിൽ നിങ്ങൾക്ക് ഓക്കെ ആക്കി എടുക്കാൻ പറ്റും. ഡ്രോയിങ്ങിന് 50 മാർക്സ് ആണ് വരുന്നത്. നിങ്ങൾക്ക് അത് ഏകദേശം സെറ്റാക്കി എടുക്കാൻ പറ്റും. റിട്ടേൺ എക്സാമിന് ജനറൽ നോളജ്, മാത്സ്, അത് നിങ്ങൾ +2 പഠിച്ചതും പിന്നെ അല്ലാത്ത കുറച്ച് GK കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് നിങ്ങൾ PYQ നോക്കിയാൽ മതി, ഗൂഗിളിൻ്റെ സൈറ്റിൽ കയറിയാൽ കിട്ടും. പിന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതും ഗൂഗിളിൽ നിങ്ങൾ പോയിട്ട് IFTK എൻട്രൻസ് എക്സാമിന് സെർച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഐഡിയിൽ ഞാൻ ഹൈലൈറ്റിൽ കൊടുത്തേക്കാം. ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ കയറിയിട്ട് അതിൻ്റെ ലിങ്കിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടും. രജിസ്ട്രേഷൻ ഫീ വരുന്നത് 2000 എന്തോ ആണെന്ന് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തപ്പോൾ അത്രയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എക്സാം സെൻറ്റേഴ്സ് കോഴിക്കോട്, എറണാകുളം, ട്രിവാൻഡ്രം ആയിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഈ വർഷത്തെ എനിക്കറിയില്ല, ഈ വർഷം അങ്ങനെ തന്നെ ആയിരിക്കും. എൻട്രൻസ് എക്സാം നടത്തുന്നത് LBS സെൻറ്റർ വഴിയാണ്. പക്ഷേ LBS സെൻറ്റർ വഴി നടത്തുന്ന എക്സാം ആണെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഫീസിൽ ഇളവോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ +2ൻ്റെ മാർക്ക് വെച്ചിട്ട് സ്കോളർഷിപ്പ് കിട്ടുക അങ്ങനെയൊന്നുമില്ല. പിന്നെ കാസ്റ്റിൻ്റെ അങ്ങനെ എന്തോ സ്കോളർഷിപ്പ് എന്തോ ഉണ്ട്. അതല്ലാതെ വേറെ ഒരു കാര്യങ്ങളും ഇല്ല. പിന്നീട് കുറേ പേര് ചോദിക്കുന്നത് പ്ലേസ്മെൻറ്റിൻ്റെ കാര്യം, ഇൻറ്റേൺഷിപ്പിൻ്റെ കാര്യം, ഫീസിൻ്റെ കാര്യമൊക്കെയാണ്. ഫീസ് എന്ന് പറയുമ്പോൾ 4 ലാഖാണ് ട്യൂഷൻ ഫീ വരുന്നത് ടോട്ടൽ. പിന്നെ അല്ലാതെ സ്റ്റേഷനറി കാര്യങ്ങൾ, വർക്ക് മെറ്റീരിയൽസ് കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് എക്സ്ട്രാ ഒരുപാടാവും. ഒരുപാടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആവും. പിന്നെ കോളേജ് ഹോസ്റ്റലും കൂടെ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 8 ലാഖ് ആവും. കോളേജ് ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ പെട്ടെന്ന് കിട്ടും. ഫസ്റ്റ് ഇയറിൽ നിന്നാൽ മതി, മാറേണ്ടവർക്ക് പിന്നെ മാറാം. കോളേജ് ഹോസ്റ്റലും കോളേജ് ട്യൂഷൻ ഫീയും കൂടെ വരുന്നത് 8 ലാഖാണ്. 8 ലാഖ് എബോവ് ആവും ബാക്കി കാര്യങ്ങൾ എക്സ്പെൻസ് എല്ലാം കൂടെ നോക്കിയിട്ട്. പിന്നീട് ചോദിക്കുന്നത് പ്ലേസ്മെൻറ്റിൻ്റെ കാര്യമാണ്. പ്ലേസ്മെൻറ്റ് 100% പ്ലേസ്മെൻറ്റ് എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും 100% പ്ലേസ്മെൻറ്റ് ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെങ്കിൽ കോളേജിൽ വിളിച്ച് ചോദിക്കേണ്ടി വരും. പ്ലേസ്മെൻറ്റ് സീനിയേഴ്സിനൊക്കെ കിട്ടുന്നുണ്ട്. പ്ലേസ്മെൻറ്റ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പ്ലേസ്മെൻറ്റ് കിട്ടുന്നുണ്ട്. 100% ഇല്ലെന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നത്തെ കാര്യമാണ് ഇൻറ്റേൺഷിപ്പിൻ്റെ കാര്യം. ഇൻറ്റേൺഷിപ്പ് 6 മന്ത് ഇൻറ്റേൺഷിപ്പ് ആണെന്ന് തോന്നുന്നു. 6 മന്ത് ആണോ 2 മന്ത് ആണോ എന്നറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പം എനിക്ക് ആ രീതിയിലുള്ള അറിവൊക്കെ ഉള്ളു. 6 മന്ത് അല്ലെന്ന് തോന്നുന്നു, 2 മന്ത്സ് ആണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല. എന്താണെങ്കിലും ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. തേർഡ് ഇയർ കഴിഞ്ഞിട്ടെന്തോ അത് നമുക്ക് സെലക്ട് ചെയ്യാൻ തോന്നുന്നു, അത് അറിയില്ല. ആ ഒരു ഇയറിലാണ് എന്താണെങ്കിലും ഇൻറ്റേൺഷിപ്പ്. നമ്മൾ തന്നെ നല്ല ബ്രാൻഡ്സ് നോക്കിയിട്ട് പോവാം, അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ഇൻറ്റേൺഷിപ്പിനായിട്ട് അവരായിട്ട് തരുന്നതും ഉണ്ടെന്ന് തോന്നുന്നതെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ പ്ലേസ്മെൻറ്റ് 100% ഇല്ലെങ്കിലും പ്ലേസ്മെൻറ്റ്സ് ഉണ്ട് ഇപ്പോഴും. ഈ ഇയറിൽ
പാസ് ഔട്ട് ആവുന്ന സീനിയേഴ്സിന് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് പ്ലേസ്മെൻറ്റിൻ്റെ ഇൻറ്റേൺഷിപ്പിൻ്റെയൊക്കെ കാര്യങ്ങൾ. നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. സപ്ലി ഒന്നുമില്ല, നന്നായിട്ട് പഠിച്ച് പാസ്സാവുകയാണെങ്കിൽ പഠിക്കുക മാത്രമല്ല, പിന്നെ ഞാൻ പറയാം, പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് കൂട്ട് ഫുള്ള് പ്രാക്ടിക്കൽ വർക്ക് മാത്രമല്ല, പഠിക്കാനുണ്ട്, ഹിസ്റ്ററി പഠിക്കാനുണ്ട്, ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യമുണ്ട്, ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ മിക്സ് ആയിട്ട് വരുന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പം അതൊക്കെ ഓരോ സെമ്മിൽ 3 സബ്ജക്റ്റ് പ്രാക്ടിക്കലും 3 സബ്ജക്റ്റ് തിയറി അങ്ങനെ ആയിരുന്നു ഫസ്റ്റ് സെമ്മിൽ. സെക്കൻഡ് സെമ്മിൽ അങ്ങനെയല്ല. അപ്പം ഓരോ സെം വൈസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് തൊട്ട് പ്രാക്ടിക്കൽ മാത്രമല്ല, ഫാഷൻ ഡിസൈനിങ്ങിന് തിയറിയും പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ പഠിച്ച് എഴുതിയില്ലെങ്കിൽ സപ്ലി കിട്ടുകയും ചെയ്യും. അത്ര ഈസി ആയിട്ട് പാസ്സായി പോകാനും പറ്റത്തില്ല. ഇപ്പം ഇനി തോറും കോമ്പറ്റീഷൻ കൂടി വരികയാണ്. അപ്പോൾ അതും കൂടെ കാര്യമാക്കിയിട്ട് സപ്ലി കിട്ടാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. പിന്നെ കോളേജ് നല്ലതാണ്, പക്ഷേ നിങ്ങൾ കൂടുതലും വരും നിഫ്റ്റ് നോക്കിയിട്ടായിരിക്കും മേ ബി IFTK നോക്കുന്നത്. അപ്പം നിഫ്റ്റിൻ്റെ അത്ര എക്സ്പോഷർ ഇല്ല, അതുപോലെ അത്ര ഇതില്ല. നിഫ്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണെങ്കിലും അതുമായിട്ട് അധികം ബന്ധമില്ല. പഠിപ്പിക്കുന്ന സിലബസും കാര്യങ്ങളും ഒക്കെ ഏകദേശം അതുപോലല്ല, പക്ഷേ എന്നാലും ഓക്കെയാണ്. നല്ല രീതിക്കൊക്കെയാണ് പഠിപ്പിക്കുന്നത് കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് GC ലാബുണ്ട്, കമ്പ്യൂട്ടർ ലാബുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കോളേജിലെ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡ്രസ്സ് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ആ ഒരു സ്ഥലത്തിൽ കോളേജിനുള്ളിൽ കയറിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഫ്രീഡം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ബാക്കി എല്ലാ കാര്യത്തിലാണെങ്കിലും ഓക്കെയാണ്. പിന്നെ കോളേജിൽ ഫസ്റ്റ് ഇയറിൽ 60 സ്റ്റുഡൻസ് ആണുള്ളത്. സ്ട്രെങ്ത് വളരെ കുറവാണ്. അപ്പോൾ 4th ഇയർ വരെ 240 എന്തോ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്രോഗ്രാംസിനൊക്കെ അതുപോലെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത്രയും പേരും ഒരുമിച്ചാലേ നമുക്ക് പ്രോഗ്രാം നല്ലതായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രോഗ്രാംസൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓണം, അതുപോലെ ക്രിസ്മസ്, അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റിവൽ പരിപാടി അല്ലാത്തതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം എല്ലാവരും ഉണ്ടെങ്കിലേ അത് നന്നായിട്ട് നടത്താൻ പറ്റത്തുള്ളൂ. പക്ഷെ അങ്ങനെ ആണെങ്കിലും എനിക്ക് എൻ്റെ സ്കൂളിലെ പരിപാടീനെയൊക്കെ കാട്ടിൽ ഇവിടെ വന്നിട്ട് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഇവിടെ വന്ന് കുറച്ചുകൂടെ എക്സ്ട്രോവേർട്ട് അല്ല, കുറച്ചുകൂടെ ആക്റ്റീവായി. ഞാൻ കുറേ കാര്യങ്ങളിൽ എനിക്ക് ആക്റ്റീവ് ആവാൻ പറ്റി. കാരണം കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പം നമുക്കൊരു കംഫർട്ട് ഉണ്ടാവും അകത്ത്. പക്ഷെ അതുപോലെ തന്നെ നെഗറ്റീവ് ഉണ്ട്. നമ്മൾ നിഫ്റ്റിലെ പോലെ ആ ഒരു ഇതൊന്നും കിട്ടില്ല, അത് എക്സ്പെക്റ്റ് ചെയ്യരുത്. പക്ഷേ അടിപൊളിയാണ്. എനിക്ക് ഈ ഫസ്റ്റ് സെമ്മ്, ഇപ്പോൾ സെക്കൻഡ് സെമ്മ് കോളേജിൽ പോകുമ്പോഴത്തേക്ക് സെക്കൻഡ് സെമ്മിൻ്റെ എക്സാം ആവും. ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. ഈ 4th ഇയർ കഴിഞ്ഞിട്ട് വേണേൽ ഞാൻ വീഡിയോ ഇടാം, അല്ലെങ്കിൽ 4th ഇയർ ആകുമ്പോൾ ഞാൻ വീഡിയോ ഇടാം. അപ്പം മേ ബി വ്യത്യാസം വരുമായിരിക്കും. പക്ഷേ ഇപ്പോൾ വരെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് കാണിക്കാതെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ പോകാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന വർക്ക്, അതുപോലെ അസൈൻമെൻറ്റ്സ് ഒക്കെ ഫാക്കൽറ്റീസ് തരുന്ന ടൈമിൽ തന്നെ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വർക്ക് പ്രഷറും ഒന്നും ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ നല്ല വർക്ക് ലോഡാവും. ജൂറിയുടെ തലേന്നൊക്കെ കമന്ന് കിടന്ന് വർക്ക് ചെയ്യേണ്ടി വരും. അല്ലാതെ നമ്മൾ ഞാൻ അത്യാവശ്യം എൻ്റെ കൂടെ ഉള്ളവരും ഞാനൊക്കെ അത്യാവശ്യം കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് പോയിട്ടും ഞങ്ങൾക്ക് വർക്ക് ലോഡ് വന്നു. അത് ചെയ്യാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. അപ്പം അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. അത്യാവശ്യം കറക്റ്റായിട്ട് പോയാൽ മതി, വലിയ കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ പണി കിട്ടും, അത്രേ ഉള്ളൂ. പിന്നെ ആരും പഠിക്കാനില്ല, അതുപോലെ സിമ്പിളാണ് എന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വരരുത്, അല്ല IFTKയിലോട്ട് വരരുത്. കാരണം അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കൊണ്ടുപോകുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു ഇതാണ്. പിന്നെ നിങ്ങൾ അത്യാവശ്യം ക്രിയേറ്റീവായിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടും. കാരണം നമ്മളൊരു ബേസിൽ നിന്ന് അത്രയും ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാനുള്ള രീതിയിലോട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ അത് നല്ലൊരു അടിപൊളി കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ. പക്ഷേ ഇടയ്ക്ക് നമുക്കൊരു പ്രഷർ ഫീൽ ചെയ്യും. പക്ഷെ അത് കുഴപ്പമില്ല, മാനേജ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. യെസ്. പിന്നെ നമുക്ക് ജോലി കിട്ടുന്ന കാര്യം നമ്മുടെ ക്രിയേറ്റിവിറ്റി പോലെ ഇരിക്കും. കാരണം
ഭയങ്കര കോമ്പറ്റീഷനാണ് ഈ ഒരു ക്രിയേറ്റീവ് ഫീൽഡ് അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ്. ഇപ്പോൾ പഠിക്കാത്തവരും പഠിക്കുന്നവരുമായിട്ടുള്ള ഒരുപാട് സെൽഫ് തോട്ടായിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ ഉള്ള ഫീൽഡാണ്. അപ്പം നമ്മൾ നല്ല ക്രിയേറ്റീവായിട്ട് നമ്മുടേതായിട്ടുള്ള ഐഡിയയിൽ ഓരോ കാര്യങ്ങളൊക്കെ പുതിയ പുതിയ കളക്ഷൻ ക്രിയേറ്റിവിറ്റി ഇതാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് ബെറ്റർ ആയിരിക്കും. പിന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഫാഷൻ ഷോ ഒക്കെ വരാറുണ്ട്. അപ്പം നമുക്ക് സീനിയേഴ്സ് നമ്മളെ മോഡൽസായിട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു സ്റ്റേജ് എത്തുമല്ലോ, സെക്കൻഡ് സെമ്മോ തേർഡ് സെമ്മിലോ എന്തോ, അപ്പം നമുക്ക് തന്നെ വേണം നമ്മുടെ മോഡലായിട്ട് പോകാം. പക്ഷെ ലാസ്റ്റ് ഒരു ഫാഷൻ ഷോ ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ സീനിയേഴ്സിൻ്റെ ഫാഷൻ ഷോ ബാംഗ്ലൂർ വെച്ചിട്ടാണ് നടക്കുന്നത്. എനിക്ക് തോന്നുന്നു May 18th ആണോ, കറക്റ്റ് അറിയില്ല. അപ്പം അതിന് നമ്മൾ ലാസ്റ്റ് ഗ്രാജുവേഷൻ ആ ടൈമിലെ ഷോയ്ക്ക് പുറത്തുനിന്ന് മോഡൽസിനെ വേണം. അല്ലാതെ ബാക്കി നമുക്ക് കോളേജ് ടൈമിൽ കുറേ ഫാഷൻ ഷോ കാര്യങ്ങളൊക്കെ അല്ലാതെ കുറേ ഷോസൊക്കെ വരുമല്ലോ, അപ്പം നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ പിന്നെന്താ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഒന്നെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ കമൻസിന് റിപ്ലൈ തരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ്. അപ്പം ഇതിലെന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. എനിക്കറിയത്തില്ല കോളേജിലെ ഫാക്കൽറ്റീസ് ആരെങ്കിലും ഈ വീഡിയോ കാണുമോ എന്ന്. കണ്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ എന്തെങ്കിലും വേണ്ടാത്തൊന്നും പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനി ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. അത്യാവശ്യം ഞാനെല്ലാം പറഞ്ഞെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല, എൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ അല്ലത്, പക്ഷേ ഫസ്റ്റായിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഇപ്പോഴത്തെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ അറിയാം, യൂട്യൂബ് ചാനലുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ കുറേ പേർക്കൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴേ അത് ഷെയർ ചെയ്യേണ്ടെന്ന് വിചാരിച്ച കാര്യമാണ്. പക്ഷേ ഇപ്പം കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല ഷെയർ ചെയ്യാതിരിക്കാൻ. കാരണം ഇൻസ്റ്റയിൽ ഇപ്പം റീൽസ് ഇട്ട് എനിക്ക് ഫുള്ള് കാര്യങ്ങളും പറഞ്ഞ് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു കടുകൈ ചെയ്യുന്നത്. അപ്പം കാണാത്തവരൊക്കെ ഇനിയായിരിക്കും കാണാൻ പോകുന്നത്. എന്തായിരിക്കും എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.